UEFA ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാർക്ക് വിജയം. ചില വമ്പന്മാർക്ക് കാലിടറി. FC ബാഴ്സലോണയ്ക്ക് വിജയം. ഫ്രാങ്ക്ഫർട്ടിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ജോൺസ് കോണ്ടയുടെ ഇരട്ട ഗോൾ മികവിലായിരുന്നു ബാഴ്സയുടെ വിജയം. 21-ാം മിനിറ്റിൽ ക്നാഫിലൂടെ ഫ്രാങ്ക്ഫർട്ടാണ് ആദ്യം ഗോൾ നേടിയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് ഫ്രാങ്ക്ഫർട്ട് മുന്നിൽ. എന്നാൽ രണ്ടാം പകുതിയിൽ ജോൺസ് കോണ്ടയിലൂടെ തിരിച്ചടിച്ച് ബാഴ്സലോണ. 50-ാം മിനിറ്റിൽ റാഷ്ഫോർഡിൻ്റെ അസിസ്റ്റിൽ കോണ്ടെ ഹെഡർ ഗോൾ നേടി. എന്നാൽ 53-ാം മിനിറ്റിൽ വീണ്ടും കോണ്ടയിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് ബാഴ്സ ലീഡ് പിടിച്ചു. ലാമിൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു കോണ്ടയുടെ ഗോൾ. മത്സരം അവസാനിക്കുമ്പോൾ 1-2 ഗോളുകൾക്ക് ബാഴ്സ വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കും പോർച്ചുഗൽ വമ്പന്മാരായ സ്പോർട്ടിങ്ങും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-4 ഗോളുകൾക്ക് സ്പോർട്ടിങ്ങിനെ തോൽപ്പിച്ച് ബയേൺ വിജയിച്ചു. 4 ഗോളുകളും പിറന്നത് സെക്കൻഡ് ഹാഫിലായിരുന്നു. 54-ാം മിനിറ്റിൽ കിമ്മിച്ചിൻ്റെ ഓൺ ഗോളിൽ സ്പോർട്ടിങ് മുന്നിൽ. എന്നാൽ 65-ാം മിനിറ്റിൽ നാബ്രിയിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് ബയേൺ കളം പിടിച്ചു. 69-ാം മിനിറ്റിൽ കരേലയും 77-ാം മിനിറ്റിൽ തായും ഗോളടിച്ച് ബയേണിൻ്റെ വിജയം ഉറപ്പിച്ചു. ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയെ പച്ചയ്ക്ക് കൊളുത്തി അറ്റ്ലാന്റ. 1-2 ഗോളുകൾക്കായിരുന്നു അറ്റ്ലാന്റയുടെ വിജയം. ജെയിംസിൻ്റെ അസിസ്റ്റിൽ 25-ാം മിനിറ്റിൽ പെഡ്രോയിലൂടെ ചെൽസിയാണ് ആദ്യം ലീഡ് പിടിച്ചത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ചെൽസി 1 ഗോളിന് മുന്നിൽ. രണ്ടാം പകുതിയിൽ സമാക്കയിലൂടെ 55-ാം മിനിറ്റിൽ തിരിച്ചടിച്ചുകൊണ്ട് അറ്റ്ലാന്റ ഒപ്പമെത്തി. എന്നാൽ ഡി കൊല്ലറയിലൂടെ 83-ാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് അറ്റ്ലാന്റ വിജയിച്ചു. ഇറ്റാലിയൻ വമ്പന്മാരും പ്രീമിയർ ലീഗ് വമ്പന്മാരും ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 1 ഗോളിന് ഇന്റർ മിലാനെ തോൽപ്പിച്ച് ലിവർപൂൾ വിജയിച്ചു കയറി. 88-ാം മിനിറ്റിൽ ബസ്റ്റോണി ചെയ്ത ഒരു പിഴവിൽ പെനാൽറ്റി ലഭിക്കുകയും അത് മുതലാക്കിക്കൊണ്ട് സബസ്ലൈ 88-ാം മിനിറ്റിൽ ഗോളാക്കി മാറ്റി ലിവർപൂളിനെ വിജയിപ്പിച്ചു. ബസ്റ്റോണി വിറ്റ്സിനെ ഫൗൾ ചെയ്തതിനാണ് പെനാൽറ്റി ലഭിച്ചത്. എന്നാൽ ഇത് പെനാൽറ്റിക്കുള്ളൊരു ഫൗൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിലാൻ താരങ്ങൾ റഫറിയുമായി കളിക്ക് ശേഷം വാഗ്വാദത്തിൽ ഏർപ്പെടുകയും കുറേ യെല്ലോ കാർഡുകൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം ഫുട്ബോൾ വാർത്തകൾക്കും മറ്റ് സ്പോർട്സ് വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.